മാധ്യമങ്ങൾ ഇപ്പൊ പിന്നിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് നോക്കണ്ട. നാളെ ഇതിന്റെ സാധ്യതകളെ ലൈവായി ഇപ്രാവശ്യം സംഘപരിവാരത്തിന്റെ ജനൻ TV മാത്രമാണ് കണ്ണു നിറഞ്ഞും ഭക്തിയും കൊണ്ട് അതേ വേഷങ്ങളെല്ലാം ധരിച്ചിട്ട് ലൈവും അല്ലാണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനോരമ അവിടെ ചെന്നിട്ടുണ്ട്. മനോരമയും ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഈ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ചാനലിൽ ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. ഇതൊരു ഇൻഡിക്കേറ്ററാണ് സത്യത്തിൽ. മനോരമ ഇന്ന് അതിന്റെ ബിസിനസ് സാധ്യത കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ കലണ്ടർ നോക്കിയാലും പത്രം നോക്കിയാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ 10-20 കൊല്ലം കൊണ്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലൊന്ന് ലോക്കൽ അമ്പലങ്ങളിലെയും പള്ളികളിലെയും എല്ലാ പള്ളികളിലെയും ക്രിസ്ത്യൻ പള്ളികളിലെയും മുസ്ലിം പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾക്ക് അതിന്റെ ചിത്രങ്ങൾക്ക് എങ്ങനെയാണ് ലോക്കൽ പേജുകളിൽ ഇടം കിട്ടിയത് എന്നുള്ളതിന്റെ ഒരു ചരിത്രം കൂടിയിട്ടാണ് കേരളത്തിന്റെ ഈ മാറുന്ന മനസ്സിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഒപ്പം സപ്ലിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകാദശി സപ്ലിമെന്റ്, ശബരിമല സപ്ലിമെന്റ്, പൊങ്കാല സപ്ലിമെന്റ്, റംസാൻ സപ്ലിമെന്റ്, അങ്ങനെ പലതരം സപ്ലിമെന്റുകൾ. ഇനി അടുത്ത കൊല്ലം തുടങ്ങി കുംഭമേള സപ്ലിമെന്റിനുള്ള ഒരു സാധ്യതയും കൂടിയിട്ടാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിംഗ്. നാളെ ഇതിന്റെ ബിസിനസ് സാധ്യതയും കാഴ്ചക്കാരും കൂടുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ മാധ്യമങ്ങളും ഇത് ചെയ്യും. ഇതിനെ അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം. അതെന്തുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് ഒരു എഡിറ്റോറിയൽ വന്നിട്ടില്ല? ഇതിനെതിരായിട്ട് എന്തുകൊണ്ട് ഒരു സാംസ്കാരിക നായകനോ രാഷ്ട്രീയ നേതാവോ എന്തുകൊണ്ട് സംസാരിച്ചില്ല? എന്തുകൊണ്ട് നിശബ്ദത? ശരിക്കും ഇത് അവഗണനയുടെ രാഷ്ട്രീയമല്ല, നിശബ്ദത കൊണ്ട് പിന്തുണയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്.